ഹായ് വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഷെൻ വുയാൻ ഫുയുടെ വീട്ടിലേക്ക് വരികയാണ്. അവൻ അവിടെ കുടിച്ച് ബോധമില്ലാതിരിക്കുന്നത് കാരണം ഷെൻ മിയാനാണ് വന്നതെന്ന് കരുതി അവളെ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. ഷെൻ വുയാനാണെങ്കിൽ ഈ ചാൻസ് മുതലെടുക്കാനായിട്ടാണ് അവിടെ വന്നേക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്നാവാമെന്നൊക്കെ അവൾ പറയുമ്പോൾ ഫുവിന് പെട്ടെന്ന് ഡൗട്ട് തോന്നിയിട്ട് അവൻ വീണ്ടും നോക്കുന്നുണ്ട് ആരാണെന്ന്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഷെൻ വുയാനാണെന്ന്. ഉടനെ തന്നെ അവൻ പിടിച്ചു മാറ്റും അവളെ. പക്ഷേ അവൾ വീണ്ടും വന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷെൻമിയാൻ്റെ സിസ്റ്ററാണ്, അവൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എനിക്കും ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവിടേക്ക് ഉടനെ ഷെൻമിയാൻ വരുന്നുണ്ട്. അവൾ വന്ന് ഷെൻ വുയാനെ പിടിച്ചു മാറ്റും. എന്നിട്ട് അവൾക്കിട്ട് ഒരടി കൊടുക്കും. ഞാൻ ഇതുവരെയും ഡിവോഴ്സ് ആയിട്ടില്ല, എന്നിട്ടും നിനക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് അത്ര കൊതിയാവുന്നുണ്ടോ? ഫു അപ്പോൾ അവളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കറിയില്ല, നീയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് അവളെ ഹഗ് ചെയ്തത്. ഷെൻമിയാൻ അപ്പോൾ അവനോട് പറയും, നീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കെല്ലാം അറിയാം. ഷെൻ വുയാനിപ്പോൾ സംസാരിക്കാനായിട്ട് വന്നപ്പോഴേക്കും ഷെൻമിയാൻ ഉടനെ ഫുവെ കിസ് ചെയ്യാണ്. എന്നിട്ട് അവനോട് ചോദിക്കും, നമുക്ക് ഒരുമിച്ചാലോ? ഫു അത് കേൾക്കേണ്ട താമസം ഓക്കെ പറയുന്നുണ്ട്. ഷെൻ വുയാനെ ജലസാക്കാൻ വേണ്ടിയിട്ടാണ് അവളങ്ങനെ കാണിക്കുന്നത്. ഷെൻ വുയാനെ ജലസാവുന്നുമുണ്ട്. അവളുടനെ പറയും, നാളെ ഞാൻ ഷെങ്സ് ബിസിനസ്സിൻ്റെ CEO ആവാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാ ടൈപ്പ് ആണുങ്ങളെയും കിട്ടും. ഷെൻമിയാന് അപ്പോൾ അവളോട് ഗുഡ് ലക്ക് പറയുകയാണ്. അത് കേൾക്കുന്നതും ഷെൻ വുയാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷെൻമിയാൻ ഫുയുടെ അടുത്ത് ഇൻറ്റിമേറ്റ് ആയിട്ട് നിന്നത്. അവൾ പോയതും ഷെൻമിയാൻ ഫുയുടെ കഴുത്തിൽ നിന്നൊക്കെ കൈമാറ്റുന്നുണ്ട്. ഫു അപ്പോൾ അവളോട് പറയുന്നുണ്ട്, എനിക്കറിയാം നീ വെറുതെ കള്ളം പറഞ്ഞതാണ് നമ്മൾ ഒരുമിക്കുന്നതിനെക്കുറിച്ച്. നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഷെൻമിയാൻ അവനോട് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് വീണ്ടും. പിറ്റേ ദിവസം ഷെങ്സ് ബിസിനസ് അവരുടെ കമ്പനി മീറ്റിംഗ് ആണ്. അവരുടെ കമ്പനി CEO ഷെൻമിയാൻ്റെ അച്ഛനായിരുന്നല്ലോ, അയാളിപ്പം മരണപ്പെട്ടു. അത് കാരണം പുതിയ CEOയെ സെലക്ട് ചെയ്യണം. അതിനാണ് എല്ലാ ബോർഡ് മെമ്പേഴ്സും വന്നിരിക്കുന്നത്. ഷെൻ വുയാൻ്റെ അമ്മ സൂലാൻ അവർ സംസാരിക്കുന്നുണ്ട്. മരണപ്പെടുന്നതിന് മുന്നേ ഷെൻ കമ്പനിയുടെ ഷെയർസ് എല്ലാം ഷെൻ വുയാന് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. പ്രോപ്പർട്ടി അഗ്രിമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ നിങ്ങൾക്കാർക്കും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ ഷെൻ വുയാൻ ആയിരിക്കും അടുത്ത CEO എന്നവർ പറയുകയാണ്. ഷെൻ വുയാനും അപ്പോൾ പറയുന്നുണ്ട്, അടുത്ത CEO ഞാനാകുവാണെങ്കിൽ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കും. അപ്പോഴേക്കും ഷെൻമിയാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കമ്പനിയിൽ ഇത്രയും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് നടന്നിട്ട് ഞാൻ എന്താ അറിയാതിരുന്നത് എന്നും പറഞ്ഞ് ഷെൻ വുയാനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മെയിൻ ചെയറിൽ വന്നിരിക്കും. അപ്പോൾ സൂലൻ രണ്ടാനമ്മ പറയുന്നുണ്ട്, നിനക്ക് ആ സീറ്റിലിരിക്കാനായിട്ട് യാതൊരു അവകാശവും ഇല്ല. നിൻ്റെ അച്ഛൻ എല്ലാ ഷെയർസും നിൻ്റെ സിസ്റ്ററിൻ്റെ പേരിലാണ് എഴുതി വെച്ചേക്കുന്നത്. നിനക്കിവിടെ യാതൊരു പൊസിഷനും ഇല്ല. ഷെൻമിയാൻ അപ്പോൾ തിരിച്ചു പറയും, ഞാനിവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതൊന്നുമല്ല, ഞാൻ ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ് വന്നത്. മാത്രമല്ല ഞാൻ കുറച്ച് ഫയൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മിസ് സൂലാനും നമ്മുടെ അഡ്വക്കേറ്റ് വാങ്ങും എങ്ങനെയാണ് ഈ ഫയൽസ് എല്ലാം ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയതെന്നുള്ളതിന് തെളിവുമുണ്ട്. എന്നിട്ട് അവൾ ആ പേപ്പേഴ്സ് എല്ലാം മറ്റ് മെമ്പേഴ്സിന് നൽകുന്നുണ്ട്. എന്നിട്ട് അവൾ അവരോട് പറയും, മിസ് സു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് അഡ്വക്കേറ്റിനെ ഞാൻ കണ്ടപ്പോൾ അയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ സൂലാനാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ്, എന്ത് റെഡിക്കുലസ് ആണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാനും മിസ്റ്റർ വാങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഇന്നസെൻ്റ് ആണ്. ഇവൾ വെറുതെ ഫ്രെയിം ചെയ്യാനായിട്ട് നോക്കുന്നതാണ്, നിങ്ങളിതാരും വിശ്വസിക്കരുത്. ഇത് കേൾക്കുന്നതും ഷെൻമിയാൻ ഉടനെ ആ ക്യാമറ ഫുട്ടേജ് ഹോസ്പിറ്റൽ ബെഡിൽ അവളുടെ അച്ഛൻ കിടക്കുമ്പോൾ സൂലാനും അഡ്വക്കേറ്റും അവിടെ നിന്ന് സംസാരിക്കുന്നതും കിസ് ചെയ്യുന്നതും അതവരെ കാണിക്കുകയാണ്. ഇനി നിങ്ങൾ പറയൂ, ഇവർ ഇന്നസെൻ്റ് ആണോ? അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും സത്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഷെൻമിയാൻ പറയുന്നുണ്ട്, ഞാനാണ് ഈ കമ്പനിയിലെ ബിഗ്ഗസ്റ്റ് ഷെയർ ഹോൾഡർ. ഷെൻ വുയാൻ എല്ലാം കൈവിട്ട് പോകും എന്ന് തോന്നുന്ന ഒരവസരത്തിൽ അവളുടെ അമ്മയെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് ഷെൻ വുയാൻ അവളുടെ അമ്മയെ കണ്ണ് കാണിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട്. ഉടനെ സൂലാൻ അവരോടെല്ലാം മാപ്പ് പറയും, അത് അവരുടെ തെറ്റാണ്. പക്ഷേ ഷെൻ വുയാന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. എൻ്റെ തെറ്റിന് അവളെ നിങ്ങളാരും ശിക്ഷിക്കരുത്. ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൾ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കണക്കിലെടുക്കണം. ഉടനെ ഷെൻ വുയാൻ ഷെൻമിയാനോട് പറയുന്നുണ്ട്, ഓക്കെ എല്ലാം സമ്മതിച്ചു, പക്ഷേ നിനക്ക് ഈ ബിസിനസ്സിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് എങ്ങനെ വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും കൂടി കമ്പനി നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും? ആര് പറഞ്ഞു അവൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഫു അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ബാക്കിയുള്ളവരോടൊക്കെ. ഞാൻ ഫു ഫൗണ്ടേഷൻ്റെ CEO ഫു യൻചാങ്. ഇവിടുത്തെ ഇവരുടെ ബിസിനസ്സിൽ ഞാനൊരു ഇൻവെസ്റ്ററാണ്. മിസ് ഷെൻമിയാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ ഇവിടുത്തെ ബിസിനസ് വേണ്ടി ഫണ്ടിങ്ങിന് വേണ്ടി പ്രപ്പോസൽസൊക്കെ അയച്ചത് അവരാണ്. ആ പ്രപ്പോസൽസൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ കമ്പനിയുടെ അനലിറ്റിക്സൊക്കെ എത്ര വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടുമാണ് അവൾ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു വ്യക്തമായ പ്ലാനും എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. മിസ് സൂലാൻ ഈ കമ്പനിയുടെ പൈസ ഫണ്ടിങ് വഴി തട്ടിയെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ കമ്പനി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളെല്ലാവരും ഷെയർ ഹോൾഡേഴ്സാണ്, നിങ്ങളെല്ലാവരും സ്മാർട്ടുമാണ്, നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഷെൻമിയാൻ ഈ കമ്പനിയുടെ CEO ആകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഷെയർസ് എല്ലാം വിൽക്കാം. അതെല്ലാം ഫു ഫൗണ്ടേഷൻ വാങ്ങും.
അപ്പോൾ ഷെൻവുയാൻ പറയുന്നുണ്ട് കമ്പനി റൂൾസ് അനുസരിച്ച് പുതിയ സിഇഒയ്ക്ക് 1 മാസത്തെ പ്രൊബേഷനാണ്. ആ സമയത്തിനുള്ളിൽ കമ്പനിയുടെ പെർഫോമൻസ് ഇവൾക്ക് 20% ആയിട്ട് ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൾ ക്വിറ്റ് ചെയ്യേണ്ടി വരും. ഷെൻമിയാൻ അപ്പോൾ ആ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഫൂവും ഷെൻമിയാനും കൂടെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ വന്ന് അവൻ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. അവനപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ നിനക്ക് എനിക്കൊരു പ്രാവശ്യം ഒരു ചാൻസ് തന്നൂടെ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഷെൻമിയാൻ പറയുന്നത്, ഇവിടെ അടുത്തൊരു സൈക്കോളജിക്കൽ ക്ലിനിക്കുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യം സംസാരിക്കണമെങ്കിൽ അവിടെ പോയിരുന്ന് സംസാരിക്കാം. ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ CEO ആണ്, അത് കാരണം എനിക്ക് ഒരുപാട് ബിസിയാണ്. അപ്പോഴേക്കും അവിടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് വന്നിട്ട് പ്രൊഫഷണൽ മാനേജേഴ്സിൻ്റെ കുറേ ലിസ്റ്റ് അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഫൂ ചോദിക്കും, നീ എന്താ പുതിയ മാനേജറെ നോക്കുകയാണോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അവൾ പറയും, നിൻ്റെ ആവശ്യമില്ല. അപ്പോഴാണ് നമ്മുടെ ഫൂവിനൊരു എതിരാളി വരുന്നത്. വെങ് ഷാവു എന്നാണ് ഇവൻ്റെ പേര്. ഇവള് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഇവനെ മീറ്റ് ചെയ്തതാണ്. അവളുടെ ഫസ്റ്റ് ലവാണ് അവൻ. അവനെ കണ്ടതും ഇവള് പോയി വലിയ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട് ഷെങ്മിയ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ, നീ ഇപ്പോഴും അതുപോലെ സുന്ദരിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഫൂ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ വെങ്ഷാവോ ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? ഷെൻമിയാൻ അവനെ പരിചയപ്പെടുത്താൻ പോകുമ്പോഴത്തേക്കും ഫൂ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇറുക്കി പിടിച്ചിട്ട് പറയാണ്, ഇത് എൻ്റെ വൈഫാണ്, ഞാൻ അവളുടെ ഹസ്ബൻഡ് ഫൂ യങ്ചാങ്. വെങ്ഷാവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഉടനെ അവനെ പരിചയപ്പെടുത്താണ്, ഞാൻ ഷെൻമിയാൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു, കൂടാതെ അവളുടെ ഫസ്റ്റ് ലവും ആയിരുന്നു. അവർ പരസ്പരം കൈ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി വെങ്ഷാവിനെ ഇവിടേക്ക് വരുത്തിച്ചത് ഗ്രാൻഡ്പയാണ്. ഷെങ്മിയാൻ ഷെങ്സ് ബിസിനസ് ഏറ്റെടുക്കുന്നത് കൊണ്ട് അവൾക്ക് പുതിയൊരു മാനേജറുടെ ആവശ്യമുണ്ട്. ആ മാനേജർ സ്ഥാനത്തേക്ക് ഇവനെ കൊണ്ടുവന്നത് ഗ്രാൻഡ്പയാണ്. ഗ്രാൻഡ്പയെ കാണാൻ വന്ന ദിവസം അവൻ ഗ്രാൻഡ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനും ഷെൻമിയാനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവളിപ്പോൾ മാരീഡാണ്, അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗ്രാൻഡ്പ തന്നെയാണ് വെൻഷാവിനോട് പറയുന്നത്, അവൾ എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ എന്തായാലും ആ ഫൂവും അവളും ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, വിധിയാണ് അവരെ ഒരുമിപ്പിച്ചത്, അതുകൊണ്ട് അതാർക്കും തടയാൻ പറ്റില്ല. പിന്നെ നിൻ്റെ കാര്യം, നിങ്ങൾ യങ്സ്റ്റേഴ്സ് തീരുമാനിക്കേണ്ടതാണ് ആരെ സ്വീകരിക്കണമെന്ന്, അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഇടപെടാനായിട്ട് വരില്ല എന്നൊക്കെ ഗ്രാൻഡ്പ പറയുന്നുണ്ട് അവനോട്. ഇവൻ ഇത്രയും നാളും എബ്രോഡിലെ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അവരൊരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ എബ്രോഡ് പോയത് കാരണമാണ് നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത്. ഞാൻ അവിടെ പോയിട്ട് നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്നിട്ട് അവൻ അവളുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ കൈ വിട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. മിസ്റ്റർ ഫൂ ആണെങ്കിൽ ആരെയോ അടിക്കാൻ പോകുന്ന രീതിയിൽ ചെയറും പൊക്കി പിടിച്ചും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ചെയർ അവരിയ്ക്കുന്നിടത്ത് കൊണ്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഫൂ എന്നിട്ട് വെൻഷാവിനോട് ചോദിക്കും, ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ കൈകറി പിടിക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ? ഷെൻമിയാൻ പക്ഷേ അവനോട് ചോദിക്കും, നീ എന്താ ഇവിടെ? ഫൂ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്ന ആളല്ലേ, ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് എനിക്ക് അയാളോട് താങ്ക്സ് പറയണമെന്നുണ്ട്. ഉടനെ ഫൂ 3 കപ്പ് കോഫിയും ഓർഡർ ചെയ്യുന്നുണ്ട്. വെൻഷാ ഉടനെ പറയും, ഷെൻമിയാന് കോഫി ഇഷ്ടമല്ല, അവളത് കുടിക്കാറില്ല എന്ന് നിനക്കറിയില്ലേ? ഉടനെ ഫൂ പറയും, കാലങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ആളുകൾ മാറാറുണ്ട്, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് ഷെൻമിയാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഉടനെ ഫൂ വെൻഷാവിനോട് പറയുന്നുണ്ട്, അവളെക്കുറിച്ച് നീ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ആൾക്കാരാണ്, അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. നിങ്ങൾ 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ മാരേജ് ഒരു പ്രോപ്പർ മാരേജ് അല്ലായിരുന്നല്ലോ. പോരാത്തതിന് ഷെൻമിയാന് അതിൽ വലിയ താല്പര്യവുമില്ല. ഞാൻ എന്തായാലും ഇവിടെ വന്നില്ലേ, ഇനിയിപ്പോൾ ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ഉടനെ ഫൂ പറയുന്നുണ്ട്, നീ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഷെൻമിയാൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, നീ വെറും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് മാത്രമാണ്. വെൻഷാ ഇപ്പോൾ പറയും, നീ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ വരില്ലായിരുന്നു. അപ്പോഴേക്കും ഷെൻമിയാൻ തിരിച്ചു വരുന്നുണ്ട്. ഫൂ ഉടനെ വെൻഷാവോനെ ഒരു ഡ്രിങ്ക്സിന് ക്ഷണിക്കുന്നുണ്ട്. ഷെൻമിയാൻ അപ്പോൾ പറയും, അവൻ കഴിക്കാറില്ല. ഫൂ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ അവനെക്കുറിച്ച് ഇതൊക്കെ അറിയാമല്ലേ. ഫൂ ഉടനെ വെൻഷാവോനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, എന്താ ഡ്രിങ്ക്സ് വയ്ക്കാൻ പേടിയാണോ? വെൻഷാവോ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നുമുണ്ട്, മിസ്റ്റർ ഫൂവിന് എന്നോട് ഡ്രിങ്ക്സ് കഴിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും വിളിച്ചതല്ലേ, നമുക്ക് കഴിച്ചേക്കാം. അങ്ങനെ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യും. 1 കപ്പ് കഴിക്കുമ്പോൾ തന്നെ വെൻഷാവോ ഔട്ടാവുന്നുണ്ട്. ഫൂ അവൻ്റെ സെക്രട്ടറിയെ വിളിച്ച് അവനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനായിട്ട് പറയുന്നുമുണ്ട്. വെൻഷാവോ പോയതിനു ശേഷം ഫൂ ആണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, ഗ്രാൻഡ്പ വളരെ ദേഷ്യത്തിലാണ് നീ എന്നോട് പിണങ്ങി പോയതിനാൽ, അതുകൊണ്ട് ഗ്രാൻഡ്പയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നീ എന്നെ ക്ഷമിച്ച് എൻ്റെ കൂടെ വരണം. അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഗ്രാൻഡ്പയുടെ വിഷമം മാറാനായിട്ടെങ്കിലും വരണം എന്ന് പറയുമ്പോഴാണ് അവളുടെ കൂടെ അവൾ പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് ഗ്രാൻഡ്പയെ വീഡിയോ കോളാണ് ചെയ്യുന്നത്. ഗ്രാൻഡ്പ അവന് മാപ്പ് കൊടുത്തു എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ ചിരിച്ചുകൊണ്ട് യാതൊരു പിണക്കവും ഇല്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. ഫൂ ആണെങ്കിൽ അവർ തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണെന്ന് ഗ്രാൻഡ്പയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്.
അവളുടെ തല പിടിച്ചു വെച്ചൊക്കെ കിസ് ചെയ്യുന്നത് കാരണം ഷെൻമിയാൻ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അവളാണെങ്കിൽ അവൻ്റെ കാലിൽ നന്നായിട്ടൊരു നുള്ളു കൊടുക്കുന്നുണ്ട്. ഗ്രാൻഡ്പ നോക്കുമ്പോൾ ഇവർ വീണ്ടും പഴയതുപോലെ സന്തോഷത്തിലായി എന്ന് കാണുമ്പോൾ ഗ്രാൻഡ്പയ്ക്കും സന്തോഷമാവുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിന് ശേഷം അവൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ കാലൊടിച്ചതിന് ശേഷം നിനക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? ഷെൻമിയാൻ അപ്പോൾ പറയുന്നുണ്ട്, നീ കൂടുതൽ അടവൊന്നും ഇറക്കണ്ട. ഗ്രാൻഡ്പയെ വിശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞത് കാരണമാണ് ഞാനിവിടെ വന്നത്. ഡീലായിരിക്കണം. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫൂ ആണെങ്കിൽ ഉടനെ അവൻ്റെ അഭിനയം തുടങ്ങുകയാണ്. അയ്യോ, ഞാൻ ഒരുപാട് മദ്യപിച്ചു, അത് കാരണം എനിക്കിപ്പോൾ എൻ്റെ തലവേദന എടുക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും ഷെൻമിയാൻ കിച്ചണിൽ പോയിട്ട് ഒരു കപ്പിൽ എന്തോ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അവനത് വെള്ളമാണെന്നും പറഞ്ഞ് കുടിക്കുന്നുണ്ട്. പക്ഷേ അത് വിനെഗറായിരുന്നു. ഫൂ ചോദിക്കുന്നുണ്ട് അവളോട്, നീ എനിക്കിട്ട് പണി തരാനായിട്ടാണല്ലേ വന്നേ? അവളപ്പോൾ പറയും, ഇത് കുടിച്ചാൽ നിൻ്റെ എല്ലാ ബോധക്കേടും മാറും. നീ കുറച്ച് കൂടുതൽ കുടിച്ചു, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അവളെന്നിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൻ വീണ്ടും വിടുന്നില്ല. ഗ്രാൻഡ്പയുടെ എക്സ്ക്യൂസ് പറഞ്ഞ് അവളവിടെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവളപ്പോൾ പറയും, ഗ്രാൻഡ്പ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അവൾ വീട്ടിലേക്ക് എന്തായാലും പോകുമെന്ന് ഉറപ്പിച്ചപ്പോൾ ഫൂ ലാസ്റ്റ് തടവെടുക്കുകയാണ്. ഇന്നത്തെ ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിൻ്റെ പേരിലെങ്കിലും ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തൂടെ? അങ്ങനെ പറയുമ്പോൾ അവൾ അവസാനം സമ്മതിക്കുന്നുണ്ട്. ബെഡ്റൂം അവൾ യൂസ് ചെയ്യും, നിനക്ക് വേണമെങ്കിൽ സോഫയിൽ കിടക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ പോകാൻ നിൽക്കുന്നത്. അവൾ തിരിഞ്ഞതും ഫൂ അവളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഫൂ എന്നിട്ട് പറയും, അന്ന് ഗ്രാൻഡ്പയെ രക്ഷിച്ച സമയത്ത് ഞാൻ നിന്നെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്നേ ഒന്നിച്ചേനെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഫൂ സമയം ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യത്തില്ല. ഫൂ ഉടനെ വെൻഷാവോടെ കാര്യവും ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ പറയും, അവൻ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട് മാത്രമാണ്. അവളെന്നിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, നീ അവനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്തുവെന്ന് തന്നെ ആയാലും ഞാൻ നിന്നെ തിരിച്ചു പിടിക്കും. അവൾ റൂമിൽ പോയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഫൂ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവളുടെ ഹാൻഡ് ബാഗ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ അവളുടെ വീടിൻ്റെ കീയും ഉണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ അതെടുത്ത് അത് സോപ്പിൽ വെച്ച് അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം വെൻഷാവും ഷെൻമിയാനും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട് ഓഫീസിൽ വെച്ചിട്ട്. അവൾക്കൊരു ഓവർസീസ് ഫേമിൽ നിന്നും പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് അവരുടെ കമ്പനിയിലേക്ക്. ഇത് അവരുടെ പെർഫോമൻസ് വളരെയധികം ഉയർത്തുമെന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. അവന് അവളുടെ കൂടെ വരാൻ പറ്റില്ല, അന്ന് രാത്രി വേറെ എന്തോ പാർട്ടി അവൻ അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് അവനും അവളോട് പറയുന്നുണ്ട്. ഷെൻമിയാനപ്പോൾ അവൾ ഒറ്റയ്ക്ക് പോക്കോളാം, അതൊരു പ്രശ്നമല്ലാതെ പറയുന്നുമുണ്ട്. അന്ന് ഈവനിങ് ആ പാർട്ടി മെമ്പറെ കാണാനായിട്ട് അവൾ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അത് ഷയോ യാങ് ആയിരുന്നു. ഇവൻ്റെ സിസ്റ്ററാണല്ലോ ഷയോ ചൂച്ചി. അവൾക്കിട്ട് നീ ഇപ്പോൾ പണി കൊടുത്തു, എനിക്കിട്ട് നീ നേരത്തെ പണി വന്നു, ഇനി നിന്നെ അതിനെല്ലാത്തിനും പേ ചെയ്യാറുണ്ട്, ഞാൻ വിടത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഫൂ ആണെങ്കിൽ അതേസമയം അവളെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ ഡയൽ ചെയ്തിട്ട് കിട്ടുന്നില്ല. കുറേ തവണ ശ്രമിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് അവൻ വെൻഷാവോനെ വിളിച്ചു നോക്കുകയാണ്. വെൻഷാവോ അപ്പോൾ പറയും, അവളൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയേക്കുവാണ്, പുതിയൊരു പ്രോജക്റ്റ് വന്നു. അത് കൃത്യമായിട്ട് ആരാണെന്ന് അറിയില്ലെങ്കിലും അവരുടെ കോൺടാക്ട് ഇൻഫോയിൽ ഷയോ യാങ് എന്നാണ് കൊടുത്തിരുന്നത്. ഫൂ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവാണ്, കാരണം ഇതിനു മുന്നേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഷയോ യാങ് ആണെങ്കിൽ ഷെൻമിയാനെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടേക്കുവാണ്. അവളപ്പോൾ അവനോട് പറയുന്നുണ്ട്, നീ എന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൂ യങ് ചാങ് നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഷയോ അപ്പോൾ പറയും, എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, നേരത്തെ തന്നെ ഫൂ എൻ്റെ ഫാമിലി ബിസിനസ് കട്ട് ചെയ്തു, അതുകൊണ്ട് എനിക്കൊന്നും തന്നെ പേടിക്കേണ്ടതായിട്ടില്ല. അവനിപ്പോൾ നീ എവിടെയാണെന്ന് പോലും അറിയില്ല, അവൻ്റെ വൈഫിനെ തൊട്ടാൽ അവൻ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അന്ന് പറഞ്ഞു തീർന്നതും ഫൂ യങ് ചാനും വെൻഷാവും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫൂ ഉടനെ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെൻഷാവിനോട് ചോദിക്കുന്നുണ്ട്. വെൻഷാവ് ആണെങ്കിൽ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനായിട്ട് ചാടുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.